നമ്മൾ രാജ്ഭവനിലേക്ക് പോവുകയാണ്. അവിടെ മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിന്റെ 23ാമത് ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ രാജ്ഭവനിൽ നിന്ന് കാണുന്നത്. സുനിഷ അയലൂർ നമുക്കൊപ്പമുണ്ട്. രാജ്ഭവനിലെ സത്യപ്രതിജ്ഞ ചടങ്ങ് അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ നിധിൻ മധുകറാണ്. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ബീഹാർ ഗവർണറായിരുന്നു. അവിടെ നിന്നുമാണ് അദ്ദേഹം എത്തുന്നത്. ഇപ്പോൾ ചടങ്ങിലേക്ക് മുഖ്യമന്ത്രി എത്തുന്നു. ഒപ്പം ചീഫ് ജസ്റ്റിസ് ഉണ്ട്, ചീഫ് സെക്രട്ടറി ഉണ്ട്. കേരളത്തിൻ്റെ 23ാമത്തെ ഗവർണറായി രാജേന്ദ്ര ആർലേക്കർ ചുമതലയേൽക്കാൻ പോവുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നത് തിരുവനന്തപുരത്ത് രാജ്ഭവനിൽ നിന്നാണ്. മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, ഒപ്പം ഗവർണർ കേരളീയ വേഷത്തിലാണ്, ഒരു വേഷ്ടിയും ഒക്കെ ധരിച്ചാണ് നിൽക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ രാജ്ഭവനിൽ നിന്ന് കാണുന്നത്. ഇപ്പോൾ ജനഗണമനയാണ്, ദേശീയ ഗാനത്തോടു കൂടിയായിരിക്കും തുടങ്ങുക. അതിനുശേഷമായിരിക്കും ചടങ്ങുകളിലേക്ക് പോവുക. പൂർണ്ണമായും കേരളീയ വേഷത്തിലാണ് പുതിയ ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്യാൻ വന്നിരിക്കുന്നത്. മുണ്ടും ഷർട്ടും ഒരു വേഷ്ടിയും ധരിച്ചാണ് എത്തിയിരിക്കുന്നത്. ഒരു കസവ് വേഷ്ടിയുണ്ട്. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നത് കേരളത്തിലെ രാജ്ഭവനിൽ നിന്നാണ്. 23ാമത്തെ ഗവർണറായി ബീഹാർ ഗവർണറായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഗോവ സ്വദേശിയാണ്. ഗോവ നിയമസഭയിൽ സ്പീക്കറായിരുന്നു. ഗോവ നിയമസഭയെ പേപ്പർലെസ് നിയമസഭയാക്കി മാറ്റിയത് ഈ ഗവർണർ തന്നെ, അന്നത്തെ സ്പീക്കറായിരുന്ന ആർലേക്കറാണ്. വളരെ സൗമ്യനായിരുന്നു. RSS സംഘപരിവാർ ബന്ധമുണ്ട് എങ്കിൽ പോലും വളരെ സൗമ്യനായ നേതാവായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് തിരുവനന്തപുരത്ത് രാജ്ഭവനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. ചടങ്ങുകളിലേക്ക് ചീഫ് ജസ്റ്റിസ് നിധിൻ മധുകർ ചീഫ് സെക്രട്ടറി ആയിരിക്കും ക്ഷണിക്കുക. By virtue of the power vested in me, I, Draupadi Murmu, President of India, hereby appoint Sri Rajendra Vishwanath Arlekar to be the Governor of Kerala with effect from the date he assumes charge. Governor of Kerala with effect from the date he assumes charge of his office. Given at Rashtrapati Bhavan, New Delhi, this 24th day of December in the year 2024, 3rd Pausha, 1946 Saka, in the 75th year of the Republic of India. Signed, the President of India. സത്യപ്രതിജ്ഞ. I, Rajendra Vishwanath Arlekar, do swear in the name of God that I will faithfully execute the office of Governor of Kerala and will, to the best of my ability, preserve, protect and defend the Constitution of India and the law, and that I will devote myself to the service and well-being of the people of Kerala. ചീഫ് ജസ്റ്റിസ് നിധിൻ മധുകറാണ് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തത്. കേരളത്തിന്റെ 23ാമത് ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന് കേരളത്തിൻ്റെ അഭിനന്ദനങ്ങൾ. കേരളത്തിൻ്റെ 23ാമത് ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. രജിസ്റ്ററിൽ ഒപ്പുവെച്ച് അധികാരം ഏറ്റെടുക്കുന്നു. കേരള സ്റ്റേറ്റിൻ്റെ ഹെഡായി, കേരള സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനായി ഇപ്പോൾ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിധിൻ മധുകറിനെ പ്രേക്ഷകർക്ക് കാണാം. ഒപ്പം കേരള
കേരളത്തിൻ്റെ 23ാമത്തെ ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയിരിക്കുന്ന ഇപ്പോൾ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ പ്രേക്ഷകർക്ക് കാണാം. കേരള മുഖ്യമന്ത്രിയുമുണ്ട്. അനഘ ആർലേക്കർ വൈഫിനോടൊപ്പമാണ് കേരളത്തിൻ്റെ പുതിയ ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. പരമ്പരാഗത കേരള വസ്ത്രം ധരിച്ചാണ് ആർലേക്കർ കേരളത്തിൻ്റെ ഗവർണർ പദത്തിലേക്ക് എത്തിയിരിക്കുന്നത്, സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തിയിരിക്കുന്നത്. സഹധർമ്മിണിയായ അനഘ ആർലേക്കറിനൊപ്പമാണ് എത്തിയിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ പൂച്ചെണ്ട് നൽകി ഇരുവരെയും ആശംസിക്കുകയാണ്. ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും ആശംസിക്കുന്നു. വളരെ സൗമ്യമായ ഹസ്തദാനങ്ങളും സൗമ്യമായ പുഞ്ചിരികളുമാണ് ഉള്ളത്. ആരിഫ് മുഹമ്മദ് ഖാനെ സ്വീകരിക്കുന്ന വേളയിലും നമ്മളിതൊക്കെ കണ്ടിരുന്നു. പക്ഷേ അതിനേക്കാൾ വളരെ ഊഷ്മളമായ ഒരു സ്വീകരണം രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന് ലഭിച്ചിരുന്നു. ഇനിയൊരു ചായ സൽക്കാരമുണ്ടാവും ഒരുപക്ഷെ. രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങാണ്. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും ഒപ്പം ഭാര്യ അനഘ ആർലേക്കറും ചടങ്ങിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകരും വേദിയിലുണ്ടായിരുന്നു. ഇപ്പോൾ സ്പീക്കർ എൻ ഷംസീർ ആർലേക്കർക്ക് പുതിയ ഗവർണർക്ക് ആശംസകൾ നേരുകയാണ്. മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും ഗവർണർക്ക് ആശംസകൾ നേരാൻ വേണ്ടി ഇപ്പോൾ വേദിയിലേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പൂച്ചെണ്ടുമായി എത്തുന്നവരാണ് മന്ത്രിമാർ. പി രാജീവ് മന്ത്രി എത്തുന്നു. ഓക്കെ, ഓരോ മന്ത്രിമാരെയും പരിചയപ്പെടുന്നുണ്ട്. കടന്നപ്പള്ളി രാമചന്ദ്രൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ മന്ത്രിസഭയിലെ അംഗങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. കേരള ഗവർണർ ഓരോ മന്ത്രിമാരുടെയും കയ്യിലെ പൂച്ചെണ്ടുകൾ സ്വീകരിച്ച് അവരോട് സ്നേഹാഭിവാദ്യങ്ങൾ നടത്തുന്നു. ഇപ്പോൾ മിനിസ്റ്റർ മുഹമ്മദ് റിയാസാണ്. ഇപ്പോൾ മന്ത്രി കെ എൻ ബാലഗോപാൽ ഫിനാൻസ് മിനിസ്റ്റർ, മന്ത്രി കെ കൃഷ്ണൻകുട്ടി വൈദ്യുതശക്തി വകുപ്പ് മന്ത്രി, എല്ലാവരെയും വളരെ പുഞ്ചിരിയോടുകൂടി ഊഷ്മളമായി സ്വീകരിച്ചുകൊണ്ടാണ് ഗവർണറും ഒപ്പം ഗവർണറുടെ വൈഫ് അനഘ ആർലേക്കറും സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് മന്ത്രി അനിലാണ്. ഇപ്പോൾ കൽക്കട്ട വെസ്റ്റ് ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസ് ഓക്കെ, വെസ്റ്റ് ബംഗാൾ ഗവർണർ ആനന്ദ ബോസുമായി കുശലാന്വേഷണം നടത്തുകയായിരുന്നു. ഇപ്പോൾ MP ശശി തരൂർ. ഓക്കെ, ഗോവ സ്പീക്കറായി, പിന്നീട് ഹിമാചൽ പ്രദേശിൻ്റെയും ബീഹാറിൻ്റെയും ഗവർണറായിരുന്നു A റഹീം. ഓരോ MP-മാരുമായും മന്ത്രിമാരുമായും കുശലാന്വേഷണം നടത്തുകയാണ് പ്രശാന്ത് MLA. ഇപ്പോൾ സുനിഷ അയ്യലൂരുണ്ട്. സുനിഷ, വളരെ ഊഷ്മളമായ ഒരു സ്വാഗതവും ഊഷ്മളമായ സത്യപ്രതിജ്ഞാ ചടങ്ങിനുമാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്ഭവനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. ചടങ്ങുകൾ അവസാനിക്കുകയാണ്. ഇനി ചായ സൽക്കാരവും കഴിഞ്ഞ് അതിഥികൾ പിരിയുകയുള്ളൂ, അല്ലേ സുനിഷ? അതെ അരുൺ, അങ്ങനെ തന്നെയാണ് ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. 23ാമത് ഗവർണറായി, സംസ്ഥാനത്തിന്റെ 23ാമത് ഗവർണറായി ഏതായാലും ആർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഹ്രസ്വമായ ചടങ്ങ്, പക്ഷേ വളരെ ഒരു പ്രൗഢഗംഭീരമായ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് തന്നെയാണ് രാജ്ഭവന്റെ ഈ വേദി പ്രത്യേകം തയ്യാറാക്കിയ ഈ വേദിയിൽ നടന്നത് എന്നതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് ആശംസ നേരുന്ന ഈ വേദിയിൽ കാണാൻ കഴിയുന്ന മന്ത്രിമാർ, മുഖ്യമന്ത്രി, മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, സ്പീക്കർ, മറ്റ് പ്രതിനിധികൾ അടക്കമുള്ളവർ ഏതായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെയും പുതിയ ഗവർണറെ ആശംസിക്കുന്ന ചടങ്ങാണ് വേദിയിൽ കാണാൻ കഴിയുന്നത്. അരുൺ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളീയ വേഷത്തിൽ, മട്ടിലും ഭാവത്തിലും ഒക്കെ തന്നെ കേരളീയനായാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത് എന്നതാണ്. അദ്ദേഹത്തിന് അനഘയും തൊട്ടടുത്തായി തന്നെ കാണാം. ഏതായാലും അനഘ ആർലേക്കറും ഗവർണറും ഇത് കേരളീയ വസ്ത്രത്തിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് എന്നുള്ളതാണ്. ഏതായാലും 23ാമത് കേരളത്തിന്റെ ഗവർണറായി ചുമതലയേൽക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ട് എന്ത് എന്നുള്ളതാണ്. ഒരു പക്ഷേ അരുൺ പറഞ്ഞതുപോലെ തന്നെ വളരെ ഊഷ്മളമായ ചിരിയാണ് ഗവർണറിൽ നിന്നും മറ്റു മന്ത്രിമാരിൽ നിന്നും ഒക്കെ കാണാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി പൂച്ചെണ്ട് നൽകി സ്വീകരിക്കുന്നു, ഒപ്പം തന്നെ ഹസ്തദാനം ചെയ്ത് ആശംസ നൽകുന്നു. അതിനിടയിൽ തന്നെ മന്ത്രിസഭയിലെ മറ്റംഗങ്ങളെ ഓരോ മന്ത്രിമാരായി പൂച്ചെണ്ട് നൽകുമ്പോഴും ഓരോ മന്ത്രിമാരെയും പരിചയപ്പെടുത്തുന്നു. അങ്ങനെ വളരെ ഊഷ്മളമായ കാഴ്ച തന്നെയാണ് രാജ്ഭവന്റെ ഈ വേദിയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. നിലവിൽ ഇപ്പോൾ ആശംസ നൽകുന്ന ചടങ്ങാണ്. അതിനുശേഷം ചായ സൽക്കാരമുണ്ട്. അതിനുശേഷം ഇവിടെ നിന്ന് പിരിയുക എന്നുള്ളത് തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഇനിയിപ്പോ നമ്മൾ ഈ 5 വർഷക്കാലം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ മാത്രം ഈ സംഭവബഹുലമായ ചില കാര്യങ്ങൾ കണ്ടു തന്നെയാണ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ
ആയിരിക്കുമോ അടക്കമുള്ള സംശയങ്ങളും ഒക്കെ തന്നെയുണ്ട്. അതൊക്കെ തന്നെയും അടുത്ത ദിവസങ്ങളിൽ വ്യക്തമാകുമെന്നുള്ളതും കാര്യമാണ്. പക്ഷേ നിലവിൽ ഏതായാലും ചടങ്ങ് ഊഷ്മളമായ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുകയാണ്. ഏതായാലും നിലവിൽ ഇപ്പോൾ ആശംസ നേരുന്ന ചടങ്ങാണ്. അതിനുശേഷം ചായ സൽക്കാരം കഴിഞ്ഞതിനു ശേഷമായിരിക്കും തിരികാരും. ഓക്കെ, ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാജ്ഭവനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. കേരളത്തിന്റെ 23ാമത്തെ ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. നേരത്തെ ബീഹാർ ഗവർണറായിരുന്നു, അതിനു മുമ്പ് അദ്ദേഹം ഹിമാചൽ പ്രദേശിലായിരുന്നു, അതിനു മുൻപ് അദ്ദേഹം ഗോവയിലെ നിയമസഭയിലെ സ്പീക്കറുമായിരുന്നു. പുതുതായി ചുമതല ഏറ്റെടുത്തിരിക്കുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ.